ഹലോ ഗൈസ്, കഥ ബൈ ഇമയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് ജഗത്തിൻ്റെ വാക്സിനേഷൻ ഡേ ആണ്. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്ന ഒരു വാക്സിനേഷൻ ഡേയുടെ ഡേ ഇൻ മൈ ലൈഫ് കാണിക്കാമെന്ന് വെച്ചു. അപ്പം ഇന്ന് ജഗത്തിൻ്റെ സെക്കൻഡ് ഡോസ് വാക്സിനാണ്. ഫസ്റ്റ് ഡോസിൻ്റെ വാക്സിൻ്റെ വീഡിയോ നമുക്ക് എടുക്കാൻ പറ്റിയില്ല. അത് നമുക്ക് പുള്ളി എങ്ങനെ റിയാക്ട് ചെയ്യുമെന്നൊരു പിടുത്തമില്ലായിരുന്നു. അന്നത്തെ ദിവസം 3 കുത്തിവയ്പ്പായിരുന്നു ഉണ്ടായിരുന്നത്. ഇന്നാണെങ്കിൽ ഒരു കുത്തിവയ്പ്പേ ഉള്ളൂ. പുള്ളി കരയുമെന്ന് ഉറപ്പാണ്. എന്നാലും എങ്ങനെ ഇത് കഴിഞ്ഞ് കഴിഞ്ഞിട്ടും എങ്ങനെയാണെന്നുള്ളതും കൂടെ ഫുൾ വീഡിയോ ആയിട്ട് എടുക്കാമെന്ന് വിചാരിച്ച്. ഇതൊക്കെ ഒരു ഓർമ്മയല്ലേ, കുറച്ച് നാൾ കഴിയുമ്പോൾ ജഗത്തിന് ഇത് കാണുമ്പം പറയാലോ അന്ന് വാക്സിനേഷൻ ഡേയുടെ അന്ന് നീ ഇങ്ങനെ കരഞ്ഞായിരുന്നു എന്ന് കാണിക്കാമല്ലോ. അങ്ങനെ ഒന്ന് ഓർത്ത് സൂക്ഷിച്ച് വെക്കാമെന്ന് വിചാരിച്ച് ഒരു ചെറിയൊരു വീഡിയോ എടുത്തതാണ്. ഈ വാക്സിൻ ആണെങ്കിൽ ഗവൺമെൻറ്റിലും ഉണ്ട്, അതുപോലെ തന്നെ പ്രൈവറ്റിലും ഉണ്ട്. പ്രൈവറ്റിൽ എനിക്ക് തോന്നുന്നു ഏകദേശം 6500 7500 രൂപ എങ്ങാണ്ടാണ്. വേദനയില്ലാത്ത വാക്സിനാണ് പ്രൈവറ്റിൽ കൊടുക്കുന്നത്. ഗവൺമെൻറ്റിൽ തികച്ചും ഫ്രീ ആണ്. എല്ലാവരും പറഞ്ഞു ഗവൺമെൻറ്റിൽ നിന്ന് എടുക്കുന്നതാണ് നല്ലത്, പനി വരണം, പനിച്ച് തന്നെ പോകണം, എങ്കിലേ ഗുണമുള്ളൂ എന്നൊക്കെയാണ് എല്ലാവരും പറഞ്ഞത്. അതുകൊണ്ട് നമ്മൾ ഗവൺമെൻറ് തന്നെ ചൂസ് ചെയ്തു. എടുത്തപ്പോൾ ഉണ്ടായിരുന്ന ഒരു കരച്ചിൽ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പിന്നീട് പുള്ളി നല്ല രീതിയിൽ കൂളായിട്ട് നിന്നായിരുന്നു. ജഗത്തിൻ്റെ വാക്സിൻ എടുത്തതിന് ശേഷം വേറൊരു കുട്ടിയുടെ വാക്സിൻ ഉണ്ടായിരുന്നു. എനിക്ക് തോന്നുന്നു ആ കുട്ടിക്ക് ഒരു 8 വയസ്സെങ്ങാനും ഉണ്ടായിരുന്നു. ഭയങ്കര കരച്ചിലായിരുന്നു. അവൻ്റെ കരച്ചിൽ കേട്ടിട്ട് ഇവൻ കരച്ചിൽ നിർത്തിയെന്നാണ് എനിക്ക് തോന്നുന്നത്. പിന്നെ ഇങ്ങനെ ആ സൗണ്ട് കേൾക്കുന്നിടത്ത് ഇങ്ങനെ നോക്കുന്നുണ്ടായിരുന്നു. പിന്നെ അവരാ ദേഷ്യം വന്നിട്ട് വീണ്ടും കരഞ്ഞു. പിന്നീട് അങ്ങോട്ട് കരഞ്ഞൊന്നുമില്ല. ജഗത്ത് പെയിൻ ആണെങ്കിൽ നല്ല രീതിയിൽ ടോളറേറ്റ് ചെയ്യുന്ന ഒരാളാണ്. നമുക്കറിയാം, ആദ്യത്തെ ഒരു വട്ടം കുത്തുമ്പോഴുണ്ടാകുന്ന ഒരു കരച്ചിൽ മാത്രമേ ഉള്ളൂ. ഇതിനു മുമ്പിട്ടും വാക്സിനൊക്കെ എടുത്തിട്ടുണ്ടല്ലോ. പക്ഷേ ഓരോ വാക്സിനും ഡിഫറെൻ്റ് അല്ലേ. അപ്പോൾ എങ്ങനെ ആയിരിക്കും എന്നുള്ളൊരു ചെറിയൊരു ഇതുണ്ടായിരുന്നു, മനസ്സിലൊരു കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു. പക്ഷേ ആൾ ഓക്കെയാണ്, കുഴപ്പമൊന്നുമില്ല. അത് കഴിഞ്ഞ് കഴിഞ്ഞിട്ട് നമ്മളെ പെട്ടെന്ന് അവർ പറഞ്ഞു വിടത്തൊന്നുമില്ല. അരമണിക്കൂർ നമ്മളെ ഇങ്ങനെ പുറത്തിരുത്തും. പിന്നെ അവനവൻ്റെ പപ്പയായിട്ട് കുറേ സമയം ഇങ്ങനെ ഇരുന്നു. അവന് ഈ പൊസിഷൻ ഭയങ്കര ഇഷ്ടമാണ്. ഇങ്ങനെ കാല് വെച്ച് അച്ചാച്ചനെ ഇങ്ങനെ അവനെ മടിയിലിങ്ങനെ വെച്ചുകൊണ്ടിരിക്കുക. അത് അവൻ ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്യുന്നുണ്ടായിരുന്നു. വേദന ഓൾറെഡി ഉണ്ട്, എന്നാലും ചിരിച്ചൊക്കെ ഇരിക്കുന്നുണ്ടായിരുന്നു. കഴിഞ്ഞ പ്രാവശ്യം വാക്സിൻ കഴിഞ്ഞപ്പോഴത്തേക്കും അവൻ ഫുൾ ഉറക്കമായിരുന്നു. പക്ഷെ ഇപ്രാവശ്യം ഫുള്ള് ആക്റ്റീവായിട്ടിരുന്നു. പിന്നെ കുറേ സമയം കഴിഞ്ഞിട്ട് പിന്നെ പുള്ളി ഉറങ്ങി. അത് കഴിഞ്ഞപ്പോൾ അരമണിക്കൂർ കഴിഞ്ഞപ്പോഴത്തേക്ക് ഞങ്ങൾ പിന്നെ അങ്ങ് വീട്ടിലോട്ട് പോയി. അവർ പിന്നെ മരുന്ന് തരും വീട്ടിൽ ചെന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ, നമ്മൾ പാരസിറ്റമോൾ കൊടുക്കാൻ വേണ്ടി. പിന്നെ 6 മണിക്കൂർ ഇടവിട്ട് നമ്മളിങ്ങനെ കൊടുത്തോണ്ടേ ഇരിക്കണം. വീട്ടിൽ ചെന്നിട്ട് വലിയ പ്രശ്നമൊന്നും ഇല്ലായിരുന്നു. പുള്ളി കൂളായിട്ട് അവിടെ കിടക്കുന്നുണ്ടായിരുന്നു. പിന്നെ ഞാനും ജഗത്തും കൂടെ കിടന്നൊന്ന് ഉറങ്ങി. എനിക്ക് പിന്നെ നേരത്തെ തന്നെ അറിയാമായിരുന്നു, ഇപ്പോൾ ഉറങ്ങുന്നെങ്കിൽ ഉറങ്ങുന്നതേ ഉള്ളൂ. രാത്രിയിൽ എന്തായാലും ഉറങ്ങാൻ പറ്റത്തില്ല. ഒന്നുകിൽ കരച്ചിലായിരിക്കും, അല്ലെങ്കിൽ എടുത്തുകൊണ്ട് നടക്കേണ്ടി വരും. എങ്ങനെ ആയിരിക്കും എന്നുള്ളത് ഒരു പിടുത്തമില്ല. കഴിഞ്ഞ വട്ടത്തെ ഡോസിനകത്താണെങ്കിൽ കരച്ചിലില്ലായിരുന്നു, ഫുൾ ടൈം എടുത്തുകൊണ്ട് നടക്കണമായിരുന്നു. അപ്പം ഞാനും വിചാരിച്ചു മിക്കവാറും ഈ പ്രാവശ്യം അതുപോലെ തന്നെ സംഭവിക്കുമെന്നാണ് ഞാൻ വിചാരിച്ചിരുന്നത്. പക്ഷേ അങ്ങനെയൊന്നും സംഭവിച്ചില്ല. ആള് കുറേ സമയം കിടന്ന് ഉറങ്ങുന്നുണ്ടായിരുന്നു. ഉറക്കം എഴുന്നേറ്റ് കഴിഞ്ഞപ്പോഴത്തേക്ക് ടെമ്പറേച്ചറിന് നല്ല രീതിയിൽ വ്യത്യാസം ഉണ്ടായിരുന്നു. ചൂടിങ്ങനെ കൂടിക്കൂടി വരുന്നുണ്ടായിരുന്നു. എന്നാലും ഞാൻ തെർമോമീറ്റർ വെച്ച് നോക്കിയപ്പോഴും 97 98 ഡിഗ്രിയൊക്കെ വരുന്നുള്ളൂ. ചൂട് നല്ല രീതിയിൽ നമുക്ക് ഫീൽ ചെയ്യും. പിന്നെ അവനാണെങ്കിൽ എന്തൊക്കെയോ പറയണമെന്നുണ്ട്, ഇടയ്ക്ക് ചിരിക്കുന്നുണ്ട്, കളിക്കുന്നുണ്ട്. പക്ഷേ നല്ല ടയേർഡാണ് പുള്ളിക്കാരൻ. അത് നമുക്ക് മനസ്സിലാവും. കഴിഞ്ഞ പ്രാവശ്യത്തെ ഡോസേജിനകത്ത് ഇത്രയും ടയേർഡില്ലായിരുന്നു. ഇപ്രാവശ്യം അവനെ അങ്ങനെ എടുക്കണമെന്നില്ലായിരുന്നു. നല്ല ടയേർഡായിരുന്നു. പിന്നെ കാലൊക്കെ ഇട്ട് അവൻ ആട്ടുന്നുണ്ടായിരുന്നു. നമുക്ക് അവിടെ നിന്ന് ഹെൽത്തിൽ നിന്ന് നമുക്ക് കുറേ ഇൻസ്ട്രക്ഷനൊക്കെ അവർ തരും. അവർ പറഞ്ഞായിരുന്നു നമ്മൾ ഫീഡ് ചെയ്യുന്ന സമയത്ത് ഇഞ്ചക്ഷൻ വെച്ച് കാല് ഇടയ്ക്കിടയ്ക്ക് മൂവ്മെൻറ്റ് ചെയ്ത് കൊടുക്കണമെന്ന്. ഒരു 2 ടൈംസ് ഓരോ ഫീഡിങ്ങിലും മൂവ്മെൻറ്റ് ചെയ്ത് കൊടുക്കണമെന്ന്. പക്ഷേ ഇവനായിട്ട് തന്നെ ആ വേദന എടുത്ത കാല് തന്നെ താൻ മൂവ്മെൻറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. കഴിഞ്ഞ പ്രാവശ്യം അനക്കത്ത് പോലും ഇല്ലായിരുന്നു. അതിൽ നിന്ന് കുറേ ഡിഫറൻസ് ഈ പ്രാവശ്യം ഉണ്ടായിരുന്നു. പിന്നെ ഇപ്രാവശ്യം ഒത്തിരി സംസാരിക്കുന്നുണ്ടായിരുന്നു. വെറുതെ കിടന്ന് എന്തൊക്കെയോ സംസാരിക്കുന്നുണ്ടായിരുന്നു.
പിന്നെ ഇടയ്ക്ക് കരയുന്നുണ്ട്, ചിരിക്കുന്നുണ്ട്. എല്ലാ എക്സ്പ്രഷനും അവൻ ഇങ്ങനെ വന്ന് പൊക്കോണ്ടേ ഇരിക്കുന്നുണ്ടായിരുന്നു. അറ്റ് എ ടൈം ഇങ്ങനെ എക്സ്പ്രഷൻ മാറി മാറി പൊക്കോണ്ടിരിക്കുന്നുണ്ട്. ഈ ഒരു വാക്സിനേഷൻ ഡേ എന്ന് പറയുന്നത് എല്ലാ അമ്മമാർക്കും അതുപോലെ അച്ഛന്മാർക്കും ആ വീട്ടിലുള്ള മെമ്പേഴ്സിനും എല്ലാവർക്കും ഒരു ഡിഫിക്കൽട്ടായിട്ടുള്ളൊരു ഡേ ആയിരിക്കും അന്ന്. അന്നത്തെ ദിവസം ആർക്കും ഉറങ്ങാൻ പറ്റത്തില്ല. പ്രത്യേകിച്ച് അമ്മമാർക്ക് ഒട്ടും ഉറങ്ങാൻ പറ്റത്തില്ല. എങ്ങനെയെങ്കിലും ആ ഒരു ദിവസം കടന്ന് അടുത്ത ദിവസം എത്തണമെന്ന് ഇങ്ങനെ വിചാരിച്ചുകൊണ്ടിരിക്കും. ഓരോ മണിക്കൂറുകൾ എണ്ണി 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 ഇരിക്കും. ക്ലോക്കിൽ ചെന്ന് എപ്പോഴെപ്പോഴും നോക്കും, സമയം പോയോ, ഈ സമയമൊന്നും കഴിഞ്ഞോ. അടുത്ത ഡേ ആകുമ്പോഴത്തേക്ക് ഇവിടെ ടെമ്പറേച്ചർ കുറയും. പക്ഷേ അതുവരെ നമ്മൾ ഭയങ്കരമായിട്ട് ഇങ്ങനെ ബുദ്ധിമുട്ടിക്കൊണ്ടേയിരിക്കും. കുഞ്ഞിൻ്റെ സൈഡിൽ നിന്നാണെങ്കിലും അമ്മയുടെ സൈഡിൽ നിന്നാണെങ്കിലും രണ്ട് സൈഡിൽ നിന്ന് ഇമോഷൻസ് ഇങ്ങനെ ഒരേ ടൈമിൽ ഇങ്ങനെ പ്ലേ ചെയ്തുകൊണ്ടേയിരിക്കും. ഇപ്പോൾ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നൊരു സംഭവം ഉണ്ടല്ലോ. ഇപ്പോൾ കുഞ്ഞിനാണെങ്കിൽ അവന് പറയാൻ പറ്റുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ 2 മാസം പ്രായമുള്ള കുഞ്ഞിനെ എക്സ്പ്രസ് ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കരയാനല്ലാതെ വേറൊന്നും അവന് എക്സ്പ്രസ് ചെയ്യാൻ പറ്റത്തില്ല. അപ്പം വേദന എടുക്കുന്നു, എനിക്ക് വേദനയാണ്, അതുകൊണ്ടാണ് പറ്റുന്നില്ല എന്നൊന്നും പറയാൻ പറ്റില്ലല്ലോ. അവന് കരയുക എന്നല്ലാതെ വേറൊരു ഓപ്ഷനും ഇല്ല അവിടെ. അപ്പോൾ അമ്മയ്ക്കാണെങ്കിലും തിരിച്ച് കുഞ്ഞിനോട് ഇപ്പോൾ ആശ്വസിപ്പിച്ച് നമ്മൾ എന്തോ പറഞ്ഞാലും അവനത് എത്രത്തോളം മനസ്സിലാവുമെന്നുള്ളതും അറിയില്ല. അപ്പോൾ ഈ ഒരു ഡേ എന്ന് പറയുന്നത് രണ്ട് സൈഡിൽ നിന്നും ഒരേപോലെ തന്നെ ഭയങ്കരമായിട്ടുള്ളൊരു പെയിൻ ഉള്ളൊരു ഡേ ആണ്. അപ്പോൾ നമ്മൾ വിചാരിക്കും എന്നാൽ പിന്നെ പ്രൈവറ്റിൽ പോയിട്ട് അങ്ങ് പെയിൻലെസ് ആയിട്ടുള്ള ഇതെടുത്താൽ മതിയായിരുന്നു, അപ്പോൾ പനിക്കത്തുമില്ല, വേദനയും വരില്ല വിചാരിക്കും. പിന്നെ എല്ലാവരും പറയും, നമ്മളെക്കാട്ടിലും മൂത്ത ആൾക്കാരുണ്ടല്ലോ, അവരൊക്കെ പറയും ഹെൽത്തിൽ നിന്ന് എടുക്കുന്നതാണ്, പെയിൻ വരണം, അത് പനിച്ച് തന്നെ പോകണം, എങ്കിലേ ആ വാക്സിൻ എഫക്റ്റീവ് ആവത്തുള്ളൂ എന്ന് പറയുമ്പോൾ പിന്നെ നമ്മൾ വിചാരിക്കും ഈ ദിവസവും കടന്നു പോകും, അടുത്ത ദിവസവും ഉണ്ട്, അങ്ങനെ വിചാരിച്ചുകൊണ്ടേ ഇരിക്കും. ഇത് പക്ഷേ ജഗത്തിൻ്റെ കാര്യത്തിൽ എനിക്ക് അധികം നേരം ബുദ്ധിമുട്ടോ കാര്യങ്ങളോ ഒന്നും ഇല്ലായിരുന്നു. പക്ഷേ ഈ വാക്സിൻ ഫസ്റ്റ് ഡോസ് വാക്സിനെ വെച്ച് നോക്കുവാണെങ്കിൽ കുറച്ച് ടഫായിട്ടുള്ളൊരു വാക്സിനായിരുന്നു. ആദ്യത്തെ വാക്സിനായിരുന്നു കുറച്ചും കൂടെ ഈസി. 3 പ്രാവശ്യം അവനെ ഇഞ്ചക്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിലും അവന് അങ്ങനെ ത്രൂ ഔട്ട് കരച്ചിലോ കാര്യങ്ങളോ ഇല്ലായിരുന്നു. പക്ഷേ എടുത്തുകൊണ്ട് നടക്കണം എന്നുള്ള ഒരിതേ ഉള്ളായിരുന്നുള്ളൂ. തറയിൽ വെക്കാൻ പറ്റില്ല, എപ്പം തറയിൽ വെക്കുന്നോ അപ്പോഴേ കരയും. അങ്ങനെയായിരുന്നു. ഒരു 12:30 1 മണി വരെ അങ്ങനെയായിരുന്നു. പിന്നീട് അവനങ്ങ് ഉറങ്ങി അങ്ങ് ഓക്കെ ആയി. അടുത്ത ദിവസം ടെമ്പറേച്ചർ ഒന്ന് കുറഞ്ഞു. പക്ഷേ സെക്കൻഡ് വാക്സിൻ കംപ്ലീറ്റ്ലി ചേഞ്ച് ആയിരുന്നു. അവന് എടുക്കണമെന്നില്ല, അവനങ്ങ് കരച്ചിലായിരുന്നു. പിന്നെ കുറേ അങ്ങ് സംസാരിക്കുമായിരുന്നു. എപ്പോഴും കിടത്തി തന്നെ ആയിരുന്നു ത്രൂ ഔട്ട് ആ ദിവസം കടന്നു പോയിക്കൊണ്ടിരുന്നു. പിന്നെ ഇടയ്ക്കിടയ്ക്ക് സ്പഞ്ചിങ് ഒക്കെ ചെയ്യുമായിരുന്നു. മമ്മിയും സ്പഞ്ചിങ് ഒക്കെ ചെയ്യുമായിരുന്നു. പിന്നെ അപ്പച്ചൻ്റെ അമ്മച്ചി എല്ലാവരുടെ അടുത്തും അവനെന്തൊക്കെയോ സംസാരിക്കുന്നുണ്ടായിരുന്നു. പിന്നെ അവൻ്റെ പപ്പയാണെങ്കിൽ അവനെ എപ്പോഴും കംഫോർട്ടായിട്ടുള്ളൊരു പൊസിഷനുണ്ട്, അങ്ങനെ അവനെ ഇങ്ങനെ മടിയിൽ ഇങ്ങനെ കിടത്തുന്നുണ്ടായിരുന്നു. ഞാൻ കളിപ്പാട്ടമൊക്കെ വെച്ച് ഇങ്ങനെ അവൻ്റെ മൈൻഡ് ഇങ്ങനെ ഡിസ്ട്രാക്റ്റ് ചെയ്യിപ്പിച്ചുകൊണ്ടേയിരുന്നു. പക്ഷെ അവനതൊന്നും താല്പര്യമില്ലായിരുന്നു, അവൻ അതിനകത്തൊന്നും നോക്കുന്നില്ലായിരുന്നു. അവനിങ്ങനെ ഓരോന്ന് പാട്ടൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ടായിരുന്നു. 11:30 വരെ കുറച്ച് ഇങ്ങനെ ഒരു പ്രശ്നം ഉണ്ടായിരുന്നു. അവനാണെങ്കിൽ പപ്പയുടെ കയ്യിൽ നിന്നാണെങ്കിൽ 2 വിരലും ഇങ്ങനെ മുറുക്കി പിടിച്ച് വെച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. സാധാരണ എപ്പോഴും ഒരു വിരലൊക്കെയാണ് പിടിക്കുന്നത്, പക്ഷേ അന്നത്തെ ദിവസം 2 വിരലും ഇങ്ങനെ മുറുക്കി പിടിച്ച് വയ്ക്കുന്നുണ്ടായിരുന്നു. പിന്നെ 11:30 കഴിഞ്ഞപ്പോഴത്തേക്ക് ഞാൻ പിന്നെ അവനെ ഉറക്കി. രാത്രിയിലാണെങ്കിലും ടെമ്പറേച്ചർ ഇങ്ങനെ കൂടിയും കുറഞ്ഞും ഇരിക്കുന്നുണ്ടായിരുന്നു. പാരസിറ്റമോൾ 6 മണിക്കൂർ ഇടവിട്ട് ഇങ്ങനെ കൊടുത്തുകൊണ്ടേ ഇരിക്കുന്നുണ്ടായിരുന്നു. ഡേ 2 ആണെങ്കിലും ടെമ്പറേച്ചറിന് കുറച്ച് വേരിയേഷൻ ഉണ്ടായിരുന്നു. വൈകിട്ടായപ്പോഴത്തേക്ക് ടെമ്പറേച്ചർ കംപ്ലീറ്റ്ലി മാറി നോർമലായി. ഡേ 3 ആയപ്പോഴാണ് ആളൊരു ആക്റ്റീവ് മോഡിലോട്ട് വന്നത്. ഫസ്റ്റ് ഡോസ് വാക്സിനകത്ത് ഡേ 2 ആയപ്പോഴത്തേക്ക് കംപ്ലീറ്റ്ലി എല്ലാം മാറിയായിരുന്നു. സെക്കൻഡ് ഡോസ് വന്നപ്പോഴത്തേക്ക് ഡേ 3 എടുത്തു ഒന്ന് കംപ്ലീറ്റ് ആയിട്ടൊന്ന് മാറാൻ വേണ്ടി. അങ്ങനെ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ ഈ വീഡിയോ. ഒരു ഡേ ഇൻ മൈ ലൈഫാണ് വാക്സിനേഷൻ ഡേയിൽ. അടുത്ത വട്ടം അടുത്ത ഏതെങ്കിലും ഒരു വിശേഷമായിട്ട് വരാം. പിന്നെ വേറെ വിശേഷമൊന്നുമില്ല. താങ്ക്സ് ഫോർ വാച്ചിങ്.